ടാക്സിൻ്റെ കാര്യത്തിനകത്ത് അങ്ങ് പറഞ്ഞു, ഓരോന്നും ഞാനെടുത്ത് പറഞ്ഞു. ടാക്സിൻ്റെ കാര്യത്തിനകത്ത് പലതവണ പറഞ്ഞാണ് IGSTയുടെ കാര്യത്തിനകത്ത് നിലവിൽ നിയതമായ ഒരു നിയമം അനുസരിച്ചിട്ട് അല്ല, അതിനകത്ത് പ്രശ്നങ്ങളുണ്ട്. ഞങ്ങൾ ഈ കണക്കുകളൊക്കെ ഈ ഗിഫ്റ്റിൽ ഉൾപ്പെടെ ഞാൻ തന്നെ പോയി പറഞ്ഞ് ഇന്ന കാര്യങ്ങൾ വരേണ്ടതാണെന്നൊക്കെ ഉള്ള ഡിസ്കഷൻ നടത്തിയതാണ്. എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ കണക്കില്ല സാർ. ഉദാഹരണം പറയാം, കഴിഞ്ഞ മാസം 320 കോടിയോളം രൂപ IGST നമുക്ക് വരേണ്ടതിൽ നിന്ന് വെട്ടി. എന്താ കാരണമെന്ന് പറഞ്ഞിട്ടില്ല. അവിടെയും ഞാൻ കർണാടക ചീഫ് മിനിസ്റ്ററെ പറയാം, അദ്ദേഹം അവിടുത്തെ ധനകാര്യമന്ത്രി കൂടിയാണ്. അദ്ദേഹം അതിശക്തമായ വിമർശനം ഉന്നയിച്ചു. എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഈ 300 ചില്ലാനം കോടി, അവർക്ക് 300 അല്ല 600 കോടിയോളം ഉണ്ട്, എന്തുകൊണ്ടാണ് കട്ട് ചെയ്തതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, കട്ട് ചെയ്യാൻ പാടില്ല. ഞങ്ങളോടൊന്ന് പറഞ്ഞു ഇനി അടുത്ത മാസം കട്ട് ചെയ്യുന്നു, ഏതായാലും അടുത്ത മാസം കട്ട് ചെയ്തില്ല. ഇങ്ങനെ സാർ ഏകപക്ഷീയമായിട്ട് പല കാര്യങ്ങളോട് വരുന്നുണ്ട്. ഈ IGSTയുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിന് ഇപ്പോൾ ഉള്ള പരിമിതിയുണ്ട്. ആ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ എങ്കിൽ പോലും ഈ നടപ്പിലാക്കിയതിനേക്കാളും വലിയ മുന്നേറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങൾ നടക്കുന്ന കാര്യത്തിനകത്ത് സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, GST പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സാർ, അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇപ്പോഴും ട്രിബ്യൂണൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും കണക്കുകളില്ല. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ GST ഒന്ന് സിസ്റ്റമാറ്റിക് ആവുന്നത് വരെ കോമ്പൻസേഷൻ നീട്ടണം. ഞങ്ങളുടെ കേരളത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ, ഈ GST സമ്പ്രദായത്തിനകത്തെ IT സിസ്റ്റത്തിനകത്തൊക്കെ കുഴപ്പമുണ്ട്, സ്റ്റേറ്റുകൾക്ക് കിട്ടുന്നത് കറക്റ്റായിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നീട്ടണം എന്നുള്ള അഭിപ്രായം സ്റ്റേറ്റ് മുന്നോട്ട് വെച്ചതിൻ്റെ കാര്യം അതാണ്. അത് നീട്ടുന്നതിന് തയ്യാറായിട്ടില്ല സാർ. ഇവിടെ ഈ വിഷയം അങ്ങയുടെ മെമ്പർമാരും എല്ലാം പറഞ്ഞത് ഈ വിഷയത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ എല്ലാവർക്കും കൃത്യമായൊരു കാര്യമുണ്ട്, കേരളത്തിന് അർഹമായത് കിട്ടുന്നില്ല. കേരളത്തിലെ നികുതി വരുമാനത്തിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട് സാർ. ഇനി ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, ഈ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തണം. അതിന് ചർച്ച ചെയ്യുമ്പോൾ താഴെ നമുക്ക് ക്യാമ്പയിൻ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ധൂർത്തിൻ്റെ കാര്യമൊക്കെ പറയാം. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ധൂർത്താണ് സാർ ഈ കേരളത്തിൽ നടക്കുന്നത്? സാർ നമ്മൾ തമ്മിലൊരു വ്യത്യാസമുണ്ട് സാർ. ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താ സാർ? കേരളത്തിൽ നവകേരള സദസ്സിന് വാഹനം എടുത്തു, ഞങ്ങളെല്ലാം കൂടെ പോയി. ഈ വാഹനം വരുന്നതിന് മുമ്പ് എന്തോ ഒരു പ്രഖ്യാപനങ്ങളായിരുന്നു. കേരളത്തിന് പുറത്തുള്ള ടെലിവിഷൻ ചാനൽ വരെ ഇത്രയും വ്യത്യസ്തമായ ചില ഘട്ടങ്ങളിൽ പറക്കാൻ വരെ സൗകര്യമുള്ള, കാരണം അങ്ങനെയൊക്കെയുള്ളൊരു ബസ്സാണെന്ന് പറഞ്ഞിട്ട് കാസർഗോഡൊക്കെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് ആ വാഹനം വന്നു കഴിഞ്ഞപ്പോൾ സാറ് KSRTC ബസ്, സാധാരണ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ കയറി പോകുന്ന അത്ര സൗകര്യം ഉണ്ടായിരുന്നു ആ ബസ്സിൽ. ഒരു ഭാരത് ബെൻസിൻ്റെ ഒരു സാധാ ബസ് സാർ. ഈ കേരളത്തിനകത്ത് ഈ കാര്യം പറഞ്ഞു, ഇത്രയും ബഹളം ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ പത്രപ്രവർത്തകരെ ഉൾപ്പെടെ കയറാൻ പറഞ്ഞു. അതിനുശേഷം സാർ ഇപ്പോൾ രാഹുൽ ഗാന്ധി, അദ്ദേഹം കോൺഗ്രസിൻ്റെ ബഹുമാന്യായ നേതാവ്, അദ്ദേഹം യാത്ര ചെയ്യുന്ന ബസ് ഇതേ മോഡൽ, അതിനേക്കാൾ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അത് യഥാർത്ഥത്തിൽ മേലോട്ടുള്ള ലിഫ്റ്റുണ്ട്, പുറയിൽ വലിയ കോൺഫറൻസ് മുറി, AC മുറിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അതൊന്നും തെറ്റാന്ന് പറയത്തില്ല. കാരണം അത്രയും പ്രധാനപ്പെട്ട ഒരു നേതാവ് ഒരു യാത്ര ചെയ്യുമ്പോൾ അവരുടെ നേതാക്കന്മാരെല്ലാം പോകുമ്പോൾ അത് പോട്ടെ. പക്ഷേ അതിനകത്ത് ഈ ഒരു തരത്തിലേക്ക് അത് കയറണമെങ്കിൽ ടിക്കറ്റ് വേണമെന്നാണ് റവന്യൂ മിനിസ്റ്റർ പറയുന്നത്. അതെനിക്കറിയില്ല. എന്തായാലും അവിടെ ഏതായാലും അക്കാര്യത്തിനകത്ത് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പറയുന്നു, ഞങ്ങൾ നടത്തിയത് ഗവൺമെന്റ് പരിപാടിയാണ്. ഈ ജനാധിപത്യത്തിൽ പാർലമെന്റിലെയോ നിയമസഭയിലെയോ അംഗങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞ് മന്ത്രിമാരായി, ഇലക്ട് ചെയ്യപ്പെട്ട MLA-മാരായി, MP-മാരായി വന്നാൽ ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നൊരു സംവിധാനം എന്ന നിലയിൽ ലോകത്ത് ഏറ്റവും ആദ്യമായി നടപ്പിലാക്കിയ പരിപാടിയാണ് ഈ നവകേരള സദസ്സ്. ഞങ്ങൾ 5000-10000 ആളുകളടുത്ത് പോയി പറയായിരുന്നു. രാവിലെ വിളിച്ച യോഗത്തിൽ അവരുടെ നിർദ്ദേശങ്ങൾ കേട്ടു. ഞങ്ങൾ എല്ലാവർക്കും അവിടെ വെച്ച് പേപ്പർ മേടിച്ചിട്ട് വയറ്റുവേദനയ്ക്ക് വന്നാക്ക് പിന്നെ വേറൊരു മരുന്ന് കൊടുക്കുക, ട്രാൻസ്ഫർ മേടിക്കാൻ വന്നാക്ക് ആശുപത്രി തുണ്ട് കൊടുക്കുകയൊന്നും ചെയ്തില്ല. ഇതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളവിടെ ആ വന്ന കാര്യങ്ങൾ സംബന്ധിച്ച് അപേക്ഷകൾ വന്നു. അവിടെ പണം വിതരണം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യമായിട്ടല്ലത് കണ്ടത് സാർ. അവിടുത്തെ നവകേരള സദസ്സ് സംബന്ധിച്ച് ആളുകളുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനാണ്. അതിനെ നിങ്ങൾ അങ്ങനെ കുറച്ച് കാണണ്ട. അതിനകത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം കൂടി ആ വാഹനത്തിൽ പോയി സാർ. ഇതുപോലുള്ള കാര്യങ്ങൾ എത്രയാണ് നിങ്ങൾ പറയുന്നത്? നേരത്തെ ഇവിടെ ഒരു കിയ കാർ മേടിച്ചു സാർ. ബഹുമാനപ്പെട്ട സ്പീക്കർ, അങ്ങേക്കും അറിയാമല്ലോ, കിയ കാറ് ഇന്റർനാഷണൽ ബ്രാൻഡുള്ള കാറുകളിൽ ഒരു കമ്പനിയെ മോശപ്പെടുത്തി നന്നാക്കിയൊന്നും പറയാനല്ല, പക്ഷെ അതൊരു വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ കൂടിയ ഒരു ലക്ഷറി കാറായിട്ട് കരുതുന്നുണ്ടോ സാർ? കിയ എങ്ങനെയാണ് മറ്റു സ്ഥലത്ത് ഉപയോഗിക്കുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു കിയ കാർ മേടിച്ചപ്പോൾ 35 ലക്ഷത്തിന്റെ വലിയ കാറ് സാർ. എന്താണ് സാർ കേരളത്തിനകത്ത്? നേരത്തെ പറഞ്ഞത് കേരളത്തിനകത്ത് ഏതൊക്കെ കാര്യത്തിലാണ് സാർ നമുക്ക് ഇവിടെ എരുത്തിന് പണിയാൻ? എരുത്തിലെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ കാലിത്തൊഴുത്തിനാണ് പറയുന്നത്. കാലിത്തൊഴുത്ത്
കാലിത്തൊഴുത്ത് പണിയാനായിട്ട് അവിടെ ഇത്ര ലക്ഷമായി. പിന്നെ മുഖ്യമന്ത്രിയല്ലേ കാലിത്തൊഴുത്തിന്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എനിക്ക് ഈ തരം കാലിത്തൊഴുത്ത് വേണമെന്ന് മുഖ്യമന്ത്രിയല്ലേ പറയുന്നത്? സർ, ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് പണ്ട് അദ്ദേഹം എപ്പോഴും ഇവിടെ ഇപ്പോഴായാലും ഈ പശുവിനെ വളർത്തുന്നതിൻ്റെയും അതിൻ്റെ കാര്യമൊക്കെ താല്പര്യപൂർവ്വം പറയുന്നത് എല്ലാവരും പോയി കേൾക്കാറുണ്ട്. അദ്ദേഹം നല്ലൊരു കൃഷിക്കാരനാണ്. റോസ് ഹൗസിൽ അവിടെ പിന്നെ പശുവിനെ വളർത്തിയിരുന്നു. സാർ എരുത്തിൽ മേടിച്ചു. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയപ്പോൾ ടാങ്ക്. എന്താ നിങ്ങളൊക്കെ ഈ പറഞ്ഞ 5 ലക്ഷം രൂപയുടെ ടാങ്ക്? നിങ്ങൾ ഒരു സ്കൂളിനകത്ത് ഒരു ബിൽഡിംഗ് വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് നിങ്ങളാണ് നോക്കുന്നത്? ഒരു കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്, അവിടുത്തെ കാര്യത്തിനകത്ത് ടാങ്കിൻ്റെ കാര്യം നിങ്ങളാണോ നോക്കുന്നത്? ഇതൊക്കെ പറയാം, ശരിയാണ്. താഴെ പോകുമ്പോൾ കണ്ടില്ലേ കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ വലിയ ടാങ്ക്. സാധാരണ നമ്മളാണെങ്കിൽ 1 ലക്ഷം രൂപയുടെ ടാങ്ക് ആണെങ്കിൽ 5.5 ലക്ഷം രൂപയുടെ ടാങ്ക് മേടിച്ചു. ടാങ്ക് സർക്കാരിൻ്റെ സംവിധാനം വെച്ചാൽ ഈ ബിൽഡിങ്ങും ടാങ്കും ഒക്കെ ഏതാണ്? സർ, കന്റോൺമെന്റ് ഹൗസ് പ്രതിപക്ഷ നേതാവിൻ്റെ വീട് അവിടെ പഴയ വീടാണ്, വളരെ പഴക്കമുള്ള വീടായതുകൊണ്ട് അവിടെ ധാരാളം റിപ്പയർ ചെയ്യേണ്ടി വരത്തില്ലേ? സ്റ്റാഫില്ലേ? സർ, നമ്മൾ ഈ കേരളം പോലൊരു സംസ്ഥാനത്ത് കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കാര്യങ്ങൾ കൃത്യമായി പറയണം. നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളല്ല. ഞങ്ങളിപ്പോഴും കേരളീയത്തിൻ്റെ കാര്യം പറഞ്ഞു. കേരളീയം ഇനിയും ഞങ്ങൾ ആ കാര്യം കേരളത്തെ ബ്രാൻഡ് ചെയ്യാൻ പ്രകൃതി മൈതാനത്ത് എല്ലാ വർഷവും നടക്കുന്ന ആ ഇന്ത്യയെ മാർക്കറ്റ് ചെയ്യാൻ നടത്തുന്ന പോലെ കേരളീയം നടത്തും. കേരളത്തിനകത്തെ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ, കേരളത്തിൻ്റെ ഇൻഡസ്ട്രി, കേരളത്തിൻ്റെ ടൂറിസം, കേരളത്തിൻ്റെ ഏതൊക്കെ മേഖലയിൽ ലോകത്തുനിന്ന് ആളുകൾക്ക് വരാൻ പറ്റുന്ന കാര്യമായിട്ട് നടത്തും എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ നടത്താതിരിക്കാൻ പറ്റുമോ? ഏത് കാര്യത്തിലാണ് നമ്മൾ പണം കൊടുക്കാതിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷം ഇത്രയും വെട്ടിക്കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടും 4000 കോടി രൂപ ഇതുവരെ കൊടുത്തിരിക്കുക. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു, ട്രഷറിയിൽ നിന്ന് 13,000 കോടി എടുക്കും നിങ്ങളെന്ന് പറഞ്ഞിട്ട് 6000 കോടി എടുത്ത് നമുക്ക് ബാക്കി എടുക്കാൻ സമ്മതിക്കാതിരിക്കുക. ഇത് പോയി ചോദിക്കാൻ നമുക്ക് ഒരുമിച്ച് പോകണ്ടേ? ഒരുമിച്ച് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, 1-ാം തീയതി മുതൽ ഇന്ത്യൻ പാർലമെന്റ് ചേരുന്നുണ്ടല്ലോ. ആ പാർലമെന്റിൽ എന്തൊക്കെ നിയമമാണ് വരുന്നത്, എന്തൊക്കെയായിരിക്കും വരാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ സഭയിൽ 150ഓളം ആളുകളെ സസ്പെൻഡ് ചെയ്തതാണ്. എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പുതിയ പല നിയമങ്ങളും വരും എന്നൊക്കെയുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. സാർ, ആ പാർലമെന്റിൽ നമുക്ക് പൗരത്വ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അവിടെ നമുക്ക് ഈ കേരളത്തിൻ്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ 18 പേരുണ്ടല്ലോ ലോക്സഭയിൽ, അവിടെ ഈ പ്രശ്നം ഉന്നയിക്കണ്ടേ? വേണ്ട, നിങ്ങൾ ഡൽഹി ഞങ്ങൾ നടത്തുന്ന സമരത്തിൻ്റെ അടുത്ത് വരുന്നില്ല. നിങ്ങൾക്ക് ഉന്നയിക്കാമല്ലോ, ഗാന്ധി പ്രതിപടം ഉന്നയിക്കാമല്ലോ. ഈ പ്രശ്നം പറയണം. അവിടെ ചെന്നിട്ട് കേരളത്തിലെ മന്ത്രിസഭ ആകെ കുഴപ്പമാണ്, അതുകൊണ്ട് നിങ്ങൾ ഇടപെടണം എന്നാലേ സമരം ചെയ്യേണ്ട കേട്ടോ. കേരളത്തിലെ മന്ത്രിസഭ ആകെ കുഴപ്പമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ സമരത്തിലിരിക്കുന്ന കാര്യത്തിലാണല്ലോ ഈ പ്രമേയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എടുത്തിട്ട് കാര്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അത് ശക്തിപ്പെടുത്തണമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സമരത്തിൽ പങ്കെടുക്കാം. അതേസമയം ഇവിടെ പറഞ്ഞതുപോലെ ആർഗ്യുമെന്റ് ഇവിടെ ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, ഇവിടുത്തെ ആർഗ്യുമെന്റ് ഒരു കാരണവശാലും ഈ കാര്യത്തിനകത്ത് ഞങ്ങളുടെ സമീപനം മാറ്റത്തില്ല, ഇവിടെ പണം കൊടുക്കരുത് എന്നുള്ള ആർഗ്യുമെന്റ് പറഞ്ഞില്ല. ആ തരത്തിലുള്ള ആർഗ്യുമെന്റ് പറഞ്ഞത്. സാർ, സ്വർണത്തിൻ്റെ വിഷയത്തിനകത്തും അതുപോലെ മദ്യത്തിൻ്റെ വിഷയത്തിനകത്തും ബാറിന് 210 കോടിയോളം ഉണ്ടായിരുന്ന 617 കോടിയായിട്ടുണ്ട്. 2021 മാർച്ചിൽ 210 കോടിയോളം 617 കോടിയായിട്ടുണ്ട്. ഞാൻ എൻ്റെ കൃത്യമായ കണക്ക് പറയാം. എൻ്റെ അത് എഴുതി വെച്ച പേപ്പറുണ്ട്, ഞാൻ സമയം എടുക്കുന്നില്ല. സ്വർണത്തിൻ്റെ കാര്യത്തിനകത്ത് ഈ പറഞ്ഞ നമ്മുടെ വരുമാന നഷ്ടം നേരത്തെ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ സ്വർണത്തിൻ്റെ ടാക്സ് കുറച്ചിട്ടുണ്ട്. നേരത്തെ 5% ഉണ്ടായിരുന്നത് 3%, അതിന് 1.5 കിട്ടത്തുള്ളൂ. ഇതിനകത്ത് രാവിലെ ഞാൻ പറഞ്ഞാണ്, ഇതിന് കണക്കുകൾ കൃത്യമായി കിട്ടുന്നതിൻ്റെ പ്രശ്നമുണ്ട്. സെൻട്രൽ GST നമ്മളും കൊണ്ടാണ്. ഞാൻ പറഞ്ഞു, സെൻട്രൽ GSTയുടെ കമ്മീഷൻ, ഇവിടുത്തെ കേരള കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് സംസാരിച്ചു. അതിനകത്ത് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാനുണ്ടെന്നാണ് അഭിപ്രായം. എന്നാലും നമ്മളതിനകത്ത് സാർ സോഫ്റ്റ്വെയർ 30 പേരെ പിടിച്ചത് തന്നെ ഇവിടെ ഇപ്പോൾ പറയാമല്ലോ, കഴിഞ്ഞൊരു സംഭവമുണ്ട്. ആ സോഫ്റ്റ്വെയറിൻ്റെ പിന്നിലുള്ള ആളുകളെ പിടിച്ചതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റിയത്. ഇപ്പോൾ വലിയ തോതിൽ സോഫ്റ്റ്വെയർ ഏറ്റവും ആധുനിക ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ സ്റ്റേറ്റുകൾ തമ്മിലുള്ള കച്ചവടത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട്. എന്തായാലും അക്കാര്യത്തിനകത്ത് നമ്മൾ വളരെ സജീവമായിട്ട് എല്ലായിടത്തും ഇടപെടുന്നുണ്ട്. GST ഡിപ്പാർട്ട്മെൻറ്റിനെ പുനഃസംഘടിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞല്ലോ ഈ റിവേഴ്സൽ. സാർ, റിവേഴ്സൽ ഒരു മാസം ഇപ്പോൾ 75 കോടി വെച്ച് വരുന്നുണ്ട്. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിലൊരു സാധനം മേടിക്കുന്നു, അല്ലെ കിംസ് ഹോസ്പിറ്റലിൽ VSSCയിലൊരു സാധനം മേടിക്കുന്നു. ഇതിനൊന്നും ടാക്സ് ഇല്ലാത്തതായിരിക്കും പലപ്പോഴും. അത് പക്ഷേ റിപ്പോർട്ട് ചെയ്യണം, റിട്ടേൺ കൊടുക്കണം. റിട്ടേൺ കൊടുത്താലേ അവിടെ കൊടുത്ത ടാക്സ് ഇവിടെ കിട്ടും. അതാണ് റിവേഴ്സൽ. അങ്ങനെ 1500 കോടി പിരിച്ചു സാർ ഈ കഴിഞ്ഞ വർഷം. ഒരു മാസം 75 കോടി കിട്ടുന്നു. അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല എന്നല്ല, ചെയ്യുന്നുണ്ട്. ആ ചെയ്യുമ്പോൾ അതിനെ മറികടന്നുകൊണ്ടുള്ള കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു. ഈ കാര്യത്തിനകത്ത് ഈ വർധന വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ സാമ്പത്തിക രംഗത്ത്, നമ്മുടെ കേരളത്തിലും സാമ്പത്തിക രംഗത്തുള്ള ഒരു ചെറിയ മരവിപ്പുണ്ടെന്നുള്ളത് നമ്മൾ കാണണം. വേറെ യാഡ്സ്റ്റിക്കൊന്നും ഞാൻ പറയുന്നില്ല. സാർ, സിമെൻറ്റിൻ്റെ വില 460 രൂപയായിരുന്നല്ലോ.
ഇപ്പം 350 രൂപയായി ചുരുങ്ങി. ക്രഷറുകൾ മറ്റു സ്ഥലത്തൊക്കെ നിർമ്മാണത്തിനൊക്കെ ബാധിക്കുന്ന തരത്തിലേക്കൊരു ഒരു കാര്യങ്ങൾ വരുന്നുണ്ട് എല്ലാ മേഖലയിലും. അപ്പോൾ ആ എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യാവുന്ന കാര്യം നമുക്ക് കളക്റ്റീവായി ചെയ്യണം. അതൊക്കെ കേരളത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിനകത്ത് ആത്മാർത്ഥമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തതിനകത്ത് സന്തോഷമുണ്ട്. എൻ്റെ അഭ്യർത്ഥന, ഇന്നിപ്പോൾ റെസൊല്യൂഷൻ ഇല്ലെങ്കിൽ അടുത്ത ദിവസം നമ്മുടെ സഭ തന്നെ ഒരു പ്രമേയം പറ്റുന്നെങ്കിൽ പാസ്സാക്കി അതിൽ നമുക്ക് യോജിച്ച് പൊതുവായ കാര്യങ്ങൾ അനുസരിച്ച് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥനയാണ്. എൻ്റെ വ്യക്തിപരമായി ഞാൻ ഇവിടെ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പറയുന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ട് പറയുന്നതല്ല. നമ്മുടെ കേരളത്തിൻ്റെ നിയമസഭയുടെ അഭിപ്രായം ഒരിക്കൽ കൂടി ഈ കാര്യത്തെ സംബന്ധിച്ച് അറിയിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ കുടുംബകാര്യങ്ങൾ എന്ന നിലയിൽ ഇന്റേണലി പറയാമല്ലോ, അത് നമുക്കറിയാം. അവിടെ ചെയ്യേണ്ട സമരങ്ങൾ അവിടെ ചെയ്യണം. അല്ലെങ്കിൽ ആരും വിശ്വസിക്കുക സാർ ഇത് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ ഇതിനുവേണ്ടി ആർഗ്യൂ ചെയ്യുന്ന ആളുകളെ കാണുന്നത് അങ്ങക്കറിയാമല്ലോ. ബീഹാറിലെ ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് മതി സാർ, പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് നിങ്ങളത് ചെയ്യുന്നത്. പാർലമെൻറ്റ് ഇലക്ഷൻ മുമ്പ് നമുക്ക് ഈ കാര്യങ്ങൾ ഉന്നയിക്കണമല്ലോ. ഇപ്പോൾ പാർലമെൻറ്റിൽ പോയിട്ട് ഈ കാര്യം പറയണമല്ലോ. നിങ്ങൾക്ക് ഈ വീണ്ടും ബി ജെ പിക്കെതിരെ പറയേണ്ടത് പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പാണ്, ഇപ്പോൾ പറയേണ്ടതാണ്. പക്ഷെ ഇവിടെ ഈ ആർഗ്യുമെൻ്റ് നടത്തുന്നത് പോലെ വീണ്ടും ഇത്രയും മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ല ഗ്രൗണ്ടും കിട്ടുമോ? എന്തായാലും ഈ സമരത്തിന് ഞങ്ങൾ പറയാം, ഞങ്ങളുടെ സമരം തന്നെയാണെന്നുള്ളതിന് യാതൊരു തർക്കമില്ല. പലതവണ പറഞ്ഞു. അവിടെ 8-ാം തീയതി പോയിട്ട് സുപ്രീം കോടതി ഈ കേസും കൊടുത്ത് ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ഞങ്ങളവിടെ പോയി ഇന്ത്യയിൽ ഇതിനകത്ത് പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന തരത്തിലേക്ക് അവിടെ പോകുമ്പോൾ അത് ഏറ്റവും ശക്തമായിട്ടുള്ള അഭിപ്രായമാണ്. ഇവിടെ ആ സമരത്തിൻ്റെ തീരുമാനമെടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പല സ്റ്റേറ്റിൽ നിന്നും ശബ്ദം ഉയർന്നു, പല സ്റ്റേറ്റുകളിൽ നിന്നും, ബംഗാളിൽ നിന്ന് ഉയർന്നു അഭിപ്രായങ്ങൾ, മറ്റു പല സ്റ്റേറ്റിൽ നിന്നും, നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും വന്നു. അപ്പോൾ കേരളം ഇക്കാര്യത്തിനകത്ത് ഉന്നയിക്കുന്നുണ്ട്, ഞങ്ങൾക്കെല്ലാം ഇതേ പ്രശ്നമുണ്ട് എന്ന നിലയിലേക്ക് മറ്റ് സ്റ്റേറ്റുകൾ വരുന്നുണ്ട്. ആ ഒരു കാര്യത്തിനകത്ത് ശക്തമായ നിലപാടെടുത്ത് നമുക്ക് പോകാൻ പറ്റണം. അതുകൊണ്ട് ഇവിടെ ഈ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്തപ്പോൾ ആശങ്കാജനകമായി ഇതെല്ലാം നിന്നു പോകുന്ന സ്ഥിതിയിൽ, പക്ഷേ കിട്ടാനുള്ളത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് കിട്ടേണ്ട ഓക്സിജൻ അടച്ചാൽ ശ്വാസം മുട്ടുമെന്ന് പറയുന്ന പോലെ പണം നമുക്ക് കിട്ടാനുള്ളത് അത് കിട്ടാൻ വേണ്ടി സംയുക്തമായിട്ട് നിൽക്കണം. അതിനകത്ത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നും വ്യത്യാസമില്ല. ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ അത്രയും വലിയ ഒരു കാര്യമില്ല. ഞാൻ വീണ്ടും പഴയ ചരിത്രമൊന്നും പറയുന്നില്ല. ഇപ്പോൾ പിന്നെ DA കൊടുക്കാത്ത ഒക്കെ അനുഭവങ്ങളുണ്ടല്ലോ. ഞങ്ങൾ DA കൊടുക്കത്തില്ല, ഇനി ഇതൊന്നും വേണ്ട, അധ്യാപകർ പഠിപ്പിച്ചില്ലെങ്കിൽ നാട് മുടിഞ്ഞു പോകുമെന്ന് നിങ്ങളുടെ ഒരു മുൻ മുഖ്യമന്ത്രി പറഞ്ഞ പോലുള്ള കാര്യമൊന്നും ഞങ്ങൾ പറയത്തില്ല. ഇതൊക്കെ പറഞ്ഞ് പത്രക്കട്ടിങ്ങുണ്ടൊക്കെ അതൊക്കെ വളരെ സീനിയറായ ആളുകളെ പറ്റി അങ്ങനെ എടുത്ത് കാണിക്കരുത്. അങ്ങനെ അധ്യാപകർ കുറച്ച് ദിവസം വീട്ടിലിരുന്ന ഒരു കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചൊരു മുഖ്യമന്ത്രി ഉണ്ട്. ആ പത്രക്കട്ടിങ് കൊണ്ട് വേണമെങ്കിൽ തരാം, ഇവിടെ ഞാൻ കാണിക്കുന്നില്ല. അങ്ങനെയൊന്നുമുള്ള സമീപനമല്ല ഞങ്ങൾക്ക്. ജീവനക്കാർക്ക് എല്ലാവർക്കും ഉള്ള അങ്ങനെയുണ്ട്. ഞാൻ ആ മുഖ്യമന്ത്രിയുടെ പത്രക്കട്ടിങ് അയച്ചു തരണമെങ്കിൽ പേര് ഞാൻ പറയുന്നില്ല. അങ്ങക്ക് ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയണമെന്ന് താല്പര്യം കാണും. ഞാനിവിടെ പേര് പറയത്തില്ല, ഞാൻ പറയത്തില്ല. എൻ്റെ കയ്യിൽ പത്രക്കട്ടിങ് ഉണ്ട്, ഞാൻ അയച്ചു തരാം, അങ്ങേക്ക് തന്നെ അയച്ചു തരാം. പക്ഷേ അവരെ ഒന്നും നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അയച്ചു തരില്ല, പിന്നെ ഓപ്പണായിട്ട് പറയില്ല. പക്ഷേ ഏതായാലും നമുക്ക് അങ്ങനെ ഒരു സമീപനമല്ല. ഞങ്ങൾ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കണം. നാട്ടിൽ ഞങ്ങൾ ഒരിക്കലും ഇതൊന്നും കൊടുക്കാതെ പോയിട്ടില്ല. കഴിഞ്ഞ സർക്കാരിൻ്റെ സമയത്തും കുറച്ച് സമയമുണ്ട്, അതിനു മുമ്പത്തെ സർക്കാരുണ്ട്, ഞങ്ങളെല്ലാം കൊടുത്ത് അവരുടെ DA ഇവിടെ പറഞ്ഞല്ലോ, ശമ്പള കുടിശ്ശിക എല്ലാ ജീവനക്കാർക്കും കൊടുത്തു. അതവരുടെ PF ചേർത്തു, എല്ലാം ചേർത്ത്, അല്ല ഒന്നും കൊടുക്കാതില്ല. ഈ പറയുന്ന തരത്തിലുള്ള കുടിശ്ശികളൊന്നും ഇപ്പില്ല. എന്നാൽ വലിയ തോതിൽ നമ്മുടെ കേരളത്തെ ശ്വാസം മുട്ടിക്കുകയാണ്. ശമ്പളം കൊടുക്കുകയും ഇത് കൊടുക്കുകയും അത്യാവശ്യം കാര്യം മാത്രം പോലെ നാട്ടിൽ വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരണം. നമുക്ക് ഈ 450 കോടിക്ക് വരെ 1000 കോടി മുടക്കി ഈ റോഡ് നന്നാക്കണ്ടേ, പുതിയ ഫാക്ടറി പണിയണ്ടേ, പുതിയ കോളേജ് പണിയണ്ടേ, പുതിയ മെഡിക്കൽ കോളേജ് വരണ്ടേ, 600 കോടിക്ക് അവിടെ സ്ഥലം എടുക്കണ്ടേ, നമ്മുടെ വിഴിഞ്ഞ ഉൾപ്പെടെയുള്ള ബാക്കി കാര്യങ്ങൾ വരണ്ടേ. അത് വരണമെങ്കിൽ ഇപ്പം കിട്ടിയത് കൊള്ളാം എന്നല്ല, അതെല്ലാം വരണമെങ്കിൽ നമുക്ക് ഈ കിട്ടാനുള്ളതെല്ലാം മേടിച്ചെടുക്കണം. അതിനെല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം